ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ചെയ്തു നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം പോയി ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ജനുവരി 1 ക്യാഷ് ഇൻ ഹാൻഡ് 16,000, ക്യാഷ് അറ്റ് ബാങ്ക് 40,000 ആണ്. അപ്പോൾ നമ്മളിത് എല്ലാം ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഓരോന്ന് വായിച്ചിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടൊന്ന് നോക്കാം. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. നിങ്ങൾക്ക് അറിയാലോ, ഡേറ്റ് വേണം, പെർട്ടിക്കുലേഴ്സ്, LF, ക്യാഷ്, ബാങ്ക്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും സെയിം ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ക്യാഷ്, ബാങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് 16,000 തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് 14,000, 40,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റിൽ ആ ഡേറ്റ് എടുത്ത് എഴുതാം, ജനുവരി 1. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ബാലൻസ് ബ്രോ ഡൗൺ ആണ്. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ എഴുതിയിട്ട് ക്യാഷിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടില്ലേ 60,000 തന്നിട്ടില്ലേ, ആ 60,000 എഴുതാം. ക്യാഷ് അറ്റ് ബാങ്കിൽ 40,000 ആണ് തന്നത്, ബാങ്കിൽ 40,000 എഴുതാം. അത് കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം മോഹൻ എന്നാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. ക്യാഷ് റിസീവ് എന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് കിട്ടി. അപ്പം നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ, നമുക്ക് കിട്ടുന്ന സെയിൽസ്, റിസീവ് ചെയ്യുന്ന സാധനങ്ങൾ, ക്യാഷ് ഒക്കെയാണ് ഈ സൈഡിൽ എഴുതേണ്ടത്. നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് ഈ സൈഡിൽ എഴുതേണ്ടത്. അതേപോലെ നമ്മൾക്ക് കിട്ടുന്ന എക്സ്പെൻസ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എക്സ്പെൻസ് ആണ് ഇപ്പുറത്തുള്ള സൈഡിൽ എഴുതേണ്ടത്. അത് ഓർത്തോ കേട്ടോ. അപ്പൊ നമ്മൾ ഇത് എഴുതാൻ പോവാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം മോഹൻ 30,000. അപ്പൊ നമുക്ക് കിട്ടി. അതുകൊണ്ട് മോഹൻ ജനുവരി 1 മോഹന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മോഹൻ 30,000 ക്യാഷ് ആണ് കിട്ടിയത്. ബാങ്കിൽ നിന്ന് നമുക്ക് ചെക്ക് വഴിയല്ല കിട്ടിയത്, ക്യാഷ് ആണ് കിട്ടിയത്. അതുകൊണ്ട് മാത്രം നമ്മൾ ക്യാഷിന്റെ കോളത്തിൽ 30,000 എഴുതി. ഓക്കെ, നെക്സ്റ്റ് വന്നത് ജനുവരി 5 പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങി അല്ലേ. അപ്പൊ ഇപ്പോൾ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എന്താണ്, ക്യാഷ് പോവുകയല്ലേ ചെയ്യുന്നത്? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പോകുന്ന കാര്യങ്ങൾ, എക്സ്പെൻസ് ഒക്കെ ഈ സൈഡിലാണ് എഴുതേണ്ടത്. ആ ഡേറ്റ് സെയിം ഡേറ്റ്, ജനുവരി 5 പർച്ചേസ് 15,000 ക്യാഷാണ് പോയതല്ലേ. അതെ. ഇതിന് അടുത്തത് ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ് ത്രൂ ചെക്ക്. ചെക്ക് എന്നാ പറഞ്ഞത്, ക്യാഷ് അല്ല, പെയ്ഡ് ത്രൂ ചെക്കാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി നമ്മൾ അടയ്ക്കുമല്ലേ, അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ പോകുന്നതൊക്കെ എവിടെ എഴുതേണ്ടത്? ഈ സൈഡിലല്ലേ. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് എഴുതിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടല്ല പോയത്, ബാങ്ക് ത്രൂ ചെക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ നമ്മളെ ബാങ്കിൽ നിന്നാണ് നമ്മുടെ ക്യാഷ് കുറയുക. അപ്പൊ ബാങ്കിൽ 20,000 എഴുതുക അല്ലേ. അതൊക്കെ അല്ലേ. അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? ജനുവരി 8 ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 25,000. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ ക്യാഷും വരുന്നുണ്ട്, ബാങ്കും വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രണ്ട് സ്ഥലത്തും നമ്മളത് എഴുതും. ആ ട്രാൻസാക്ഷൻ നമ്മൾ രണ്ട് സ്ഥലത്തും എൻട്രി ചെയ്യും. ഇപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തല്ലേ ബാങ്കിലേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാഷ് എഴുതിയിട്ട് നമ്മള് കോൺട്രാന്ന് എഴുതണം. LF രണ്ട് ഭാഗത്ത് എഴുതുന്നത് കൊണ്ട് കോൺട്രാന്ന് എഴുതിയിട്ട് ക്യാഷ് എഴുതിയിട്ട് ബാങ്കിൽ കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എമൗണ്ട് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഇവിടെ ജനുവരി 8 എഴുതിയിട്ട് ബാങ്ക് എഴുതിയിട്ട് കോൺട്രാ എൻട്രി എഴുതിയിട്ട് ക്യാഷിന്റെ കോളത്തിൽ എമൗണ്ട് എഴുതണം. മനസ്സിലായോ? കോൺട്രാ വരുമ്പോൾ ക്യാഷ് എഴുതിയിട്ട് ബാങ്കിൽ കോളത്തിലാണ് എമൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ ബാങ്ക് എഴുതിയിട്ട് ക്യാഷിന്റെ കോളത്തിലാണ് എമൗണ്ട് ചെയ്യേണ്ടത്. അതേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. അടുത്തത് ജനുവരി 10 ക്യാഷ് സെയിൽസ് ആണ്. സെയിൽസ് നടക്കുമ്പോൾ എന്താണ്, നമ്മൾ എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ഈ ഭാഗത്താണ് അല്ലേ. അപ്പൊ സെയിൽസ് എന്ന് എഴുതിയിട്ട് 40,000 എഴുതുക. ഓക്കെ. അടുത്തത് ഇഷ്യൂഡ് ചെക്ക് ടു ബാബു. ചെക്ക് ബാബുവിന് കൊടുത്തു അല്ലേ. ബാബുവിന് ചെക്ക് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ. അപ്പൊ ക്യാഷ് ആയിട്ടല്ല കൊടുത്തത്, നമ്മൾ ചെക്ക് ആയിട്ടല്ല കൊടുത്തത്. അപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. അപ്പൊ ബാബു എന്ന് എഴുതിയിട്ട് 8,000 ഇവിടെ എഴുതാം. ഓക്കെ. ദെൻ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് 250. ബാങ്ക് ചാർജസ് ആണല്ലോ, ചാർജസ് ഒരു എക്സ്പെൻസ് അല്ലേ. എക്സ്പെൻസ് നമ്മൾ ഇവിടെ ഈ ഭാഗത്താണ് എഴുതുക, 250. അതും കിട്ടിയല്ലോ. ഇനി ലാസ്റ്റ് ഉള്ളത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പെർട്ടിക്കുലേഴ്സിൽ ഇൻട്രസ്റ്റ് എന്ന് എഴുതിയിട്ട്
ബാങ്കിന്റെ കോളത്തിൽ ബാങ്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ ബാങ്കിന്റെ കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. അപ്പം അത് എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഈ ഭാഗത്ത് എല്ലാ ഇൻകം ആണ് എഴുതുന്നത്, ഇവിടെ എല്ലാം എക്സ്പെൻസ് ആണ് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തും ആ ട്രാൻസാക്ഷൻസ് എഴുതണം. ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്കിന്റെ ഭാഗത്താണ് നമ്മൾ എമൗണ്ട് എഴുതേണ്ടത്. ഇവിടെ ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷിന്റെ ഭാഗത്ത് സെയിം എമൗണ്ട് ആണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാലോ, അവസാനം നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്താണ് കൂടുതൽ എമൗണ്ട് ഉള്ളത് എന്ന് ആദ്യം നോക്കുക. അപ്പോൾ 60,000, 30,000, 40,000 ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 1,30,000 ആണ് ഈ ഭാഗത്ത് കിട്ടുക. ഇവിടെ എന്നിട്ട് ഈ കൂടുതൽ ഈ ക്യാഷിന്റെ ഭാഗത്തായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. 1,30,000 എന്ന് എഴുതിയിട്ട് ഈ രണ്ട് എമൗണ്ടും കൂടെ കൂട്ടി കുറയ്ക്കാം. 25,000ഉം 15,000ഉം കൂടെ കൂട്ടി കുറച്ചാൽ 90,000 കിട്ടും. അത് ബാലൻസ് എന്താണ്, ബ്രോഡ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. അതേപോലെ ബാങ്കിന്റെ ഭാഗത്ത് എന്താണ്, 25,000ഉം 40,000ഉം കൂടെ ആഡ് ചെയ്യാം, 65,500 കിട്ടും. അപ്പോൾ അതും രണ്ട് ഭാഗത്ത് എഴുതാം. കൂട്ടിയിട്ട് ഏത് ഭാഗത്താണോ കൂടുതൽ എമൗണ്ട് ഉള്ളത് അതാണ് നമ്മൾ അടിയിൽ എഴുതുക. എന്നിട്ട് ആ ഡിഫറൻസ് കാണാൻ മറ്റേ ഭാഗത്ത് നിന്നും ലെസ് ചെയ്യാം. അപ്പോൾ 52,250 കിട്ടി, അതും ബ്രോഡ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ.